നമുക്കൊക്കെ ഒരു അത്ഭുതം തോന്നി. വിഷ്ണു, നിങ്ങളിതുകൊണ്ട് നിർത്തിയത് അത്ഭുതപ്പെട്ടു പോയി. ഫാമിലി ഓഡിയൻസിലാണ് കയറട്ടെ, അല്ല ഫാമിലി ഓഡിയൻസ് കയറണം. നിങ്ങളത് ക്ലൈമാക്സ് വരെ നിങ്ങൾ ത്രില്ലടിച്ചിരിക്കും. എങ്ങനെയുണ്ട് നാളെ ബിനീഷിനോട് ചോദിച്ചാൽ മതി. ബിനീഷ് പടം എങ്ങനെയുണ്ട്? ബിനീഷ് പടം എങ്ങനെയുണ്ട്? ബിനീഷ് ഈ റൊമാൻസ് ഞാൻ ബിനീഷ് ഇന്റർവ്യൂ ചെയ്യാം. ഇതിൽ ഏതൊക്കെ റൊമാൻസ് ബിനീഷ് ഫീൽ ചെയ്തിട്ടുണ്ട് ലൈഫിൽ? ചേട്ടാ, സിനിമ നല്ലൊരു റൊമാൻറ്റിക് ഫിലിമാണ്. കുറേ നാൾ വെച്ചാൽ മലയാള സിനിമയിൽ നല്ലൊരു റൊമാൻറ്റിക് പറ്റാത്ത രീതിയിലുള്ള പ്രണയത്തിന് എങ്ങനെ പ്രണയിക്കണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു മതത്തിലും അതിലൊക്കെ ഒരു അതീതമായിട്ടുള്ള പ്രണയം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് പറയാൻ പറ്റില്ല, അത്ര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ക്ലൈമാക്സ്. റിയലി അപ്രീഷിയേറ്റ്. നല്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ നമുക്ക് ആ പ്രണയം ശരിക്കും മനസ്സിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഏത് പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന പടം. നല്ല പടം. അതാണ് കഥ. ഇതുവരെ പടം എനിക്കൊരു വൺ ടൈം വാച്ചുകൾ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ബിജു മേനോൻ്റെ ആയാലും അനുശ്രീയുടെ ആയാലും അതേപോലെ നിഖില വിമൽ പിന്നെ സിദ്ദിഖ് ഇവരുടെ എല്ലാവരും ഒരു ഗംഭീര പെർഫോമൻസ്. കൂടുതൽ ഈ പടത്തിനെ കുറിച്ച് അതായത് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു 4 പേരുടെ ഒരു കഥ പറയണ പോലെ ഇതായിട്ട് തോന്നിയത്. പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോൾ ആ 4 പേരുടെ കഥ പറയുന്ന രീതി അത് ഒറ്റ കണക്ട് ചെയ്ത് ഒരാളുടെ ജീവിതത്തിൻ്റെ കഥ പറയണ ആ രീതിയിൽ കൊണ്ടുവന്നത് നല്ല രസമായിട്ടുണ്ട്. എന്തായാലും സിദ്ദിഖൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന ഒരു പടമായിട്ട് തോന്നി. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പടം പ്രണയത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റോറി. അങ്ങനെ പറഞ്ഞാൽ ഏതൊരു പ്രായത്തിലും ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടാവും. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നന്നായിരിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് കിട്ടി. തീർച്ചയായിട്ടും അഭിപ്രായം നല്ല രസമുള്ള അഭിപ്രായമാണ്. കാരണം ഇത്ര ഇമോഷണലായിട്ടാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പോർഷൻസൊക്കെയാണ് ഡബ്ബിങ് സമയത്തൊക്കെ കൂടുതലും കണ്ടിരുന്നത്. അപ്പോൾ മൊത്തം ടോട്ടൽ സിനിമയുടെ ഔട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഞെട്ടല്ലാണ് ആക്ച്വലി. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ ഇത്രത്തോളം ഒരു ഡെപ്തുള്ള ഒരു പ്രണയം. ഇപ്പോൾ ലവ് സ്റ്റോറി നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും കിട്ടിയ ഒരു ഇമ്പാക്റ്റിനേക്കാൾ ഒരുപാട് മുകളിലാണ് വിഷ്വലി വന്നപ്പോൾ. അപ്പോൾ അത് വലിയ സന്തോഷം. എല്ലാവരുടെയും ക്യാരക്ടർ, ഹക്കീം ചെയ്ത ക്യാരക്ടറും പ്രത്യേകിച്ച് അനുശ്രീയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ പിന്നെ കുട്ടികളാണെങ്കിലും നല്ല രസമായിട്ട് ചെയ്തു. അപ്പം പ്രണയത്തിൻ്റെ തന്നെ പല തലങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളും അതും എല്ലാം ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം പ്രണയമാണ് എന്നുള്ള ഒരു മെസ്സേജിന് സിനിമ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉദ്ദേശിച്ച സാധനം നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വലിയ സന്തോഷം. പിന്നെ ഇതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചെറിയൊരു റോള്, കോളേജിൻ്റെയൊക്കെ സീന്, രാഷ്ട്രീയത്തിൻ്റെയൊക്കെ. പിന്നെ അല്ലാതെ എല്ലാവരുടെയും അഭിനയമൊക്കെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. ഇതെല്ലാവരും